ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് നല്ല റേറ്റ് കുറവിന് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ അയച്ചു തരാൻ ശ്രമിക്കുക. അതിൻ്റെ പെറ്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അയച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് സെയിൽ വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. ജാവയുടെ ഗ്രേ കളറ് ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 1800 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെ നിന്ന് ഒരു ജോഡി പ്രാവും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഹിപ്പിയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 600 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഹിപ്പിയുടെ ഈ പെയറിന്. അപ്പോൾ നല്ലൊരു അടിപൊളി ഹിപ്പിയുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ജാവയും അതേപോലെ ഹിപ്പിയും. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ഏഞ്ചലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 500 രൂപയാണ് ചോദിക്കുന്നത് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടുന്ന് ഗർബിൾസിൻ്റെയും ബേബി ചിക്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത് ഏഞ്ചലിൻ്റെ. 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത് വന്നിരിക്കുന്നത് ഗർബിൾസിൻ്റെ ഒരു ബേബീസാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആൽബിനോസ് ഉണ്ട്, നോർമൽ ഉണ്ട്. ആൽബിനോസിന് പെയറിന് 2000 രൂപയും നോർമലിന് 1500 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. കുറച്ചധികം കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സീരിയൽ നമ്പർ ഡിസെൻറ്റ്. ഇതിനൊക്കെ വന്നിരിക്കുന്നത് പെയറിന് 1500 രൂപയാണ് റേറ്റ് വരുന്നത്. അതേപോലെ ഇത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 2200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫുള്ളി ടേംഡ് ആയിട്ടുള്ള പെയറാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡുകളാണ്. 9 പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ആളൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 9 പീസ് അഡൽട്ടാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് സൈസ് 7500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. 9 എണ്ണം കൂടി 7500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. 7500. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തനി നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. അടയിരിക്കുന്ന നല്ല അടിപൊളി നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങൾ 1 മാസമായത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 120 രൂപയാണ് ഒരു നാടൻ കോഴി കുഞ്ഞിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. 1 മാസം പ്രായം കഴിഞ്ഞത്. അപ്പോൾ നെയ്ക്കഡ് നെക്കൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി അടയിരിക്കുന്ന നാടൻ കോഴി കുഞ്ഞുങ്ങൾ ഒരുപാട് ഇവിടെ സെയിലുണ്ട്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. 120 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പെറ്റ്സിനൊക്കെ ഏതെങ്കിലുമൊക്കെ നല്ല ഫാമായിട്ടൊക്കെ വളർത്തുന്ന ടീമുകളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകാരപ്പെടും. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ സെയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് അതിലും ഒരുപാട് എൻക്വയറീസ് വരും. അതേപോലെ നിങ്ങൾക്ക് സെയിലിനും ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡിലായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഫാമിങ് അല്ലെങ്കിൽ ഈ പെറ്റ്സിൻ്റെയൊക്കെ ബ്രീഡിങ് ഇതിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ സെയിൽ പോസ്റ്റൊക്കെ നമുക്ക് അയച്ചു തരാണെങ്കിൽ നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എൻക്വയറീസ് നിങ്ങൾക്ക് പിന്നീടായാലും വരും. കാരണം യൂട്യൂബിൽ വീഡിയോ നിരന്തരം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ നമ്മൾ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊല്ലങ്ങളോളം കെടുക്കുന്നതായിരിക്കും. അത് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. 2 സെമി അഡൾട്ട് കാറ്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നിയർ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 8 മാസം പ്രായമായിട്ടുള്ള മെയിലും ഫീമെയിലാണ് സെയിലിനായിട്ട് വന്നുള്ളത്. റഷ്യൻ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസ് ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 10000 രൂപയാണ് രണ്ടാമത്തിനും കൂടി ചോദിക്കുന്നത്. അപ്പോൾ ഈ 2 ക്യാറ്റിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ 8 മാസം പ്രായമായ മെയിലും ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസിൻ്റെ റഷ്യൻ ബ്ലൂ കളറ്. റേറ്റ് 10,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഹാൻഡ് ഫീഡിങ് ചിക്സാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ലവ് ബേഡ്സിൽ സ്പാങ്കിൾസിൻ്റെ ചിക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്പാങ്കിൾസിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ് പീസ് റേറ്റ് 300 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ എടുത്ത് ഇണക്കി വളർത്താൻ പറ്റിയ നല്ല പ്രായം എടുക്കാൻ പറ്റിയത് ഹാൻഡ് ഫീഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സ്പാങ്കിൾസാണ്. പീസ് റേറ്റ് 300 രൂപ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് കോക്ടെയിൽസിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സാണ് വന്നിരിക്കുന്നത്. 1200 രൂപയാണ് പീസ് റേറ്റ് വരുന്നത് കോക്ടെയിലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകളൊക്കെ സെയിലിന് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രാവുകൾ ഇവിടെ സെയിലിനുണ്ട്. നാടൻ പ്രാവുകളുണ്ട്, അതേപോലെ തന്നെ ഹോമർ, പിന്നെ കുറച്ച് ഫാൻറ്റെയിൽസൊക്കെ നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് പെയറിന് 1200 രൂപയാണ് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത്. ഈ പ്രാവിൻ്റെ അടുത്തത് വന്നിരിക്കുന്നത് ഇതും പീസ് റേറ്റ് 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവുകൾ ഇവിടെ സെയിലിനുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് 1300 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. പ്യുവർ വൈറ്റാണ് വന്നിരിക്കുന്നത്. 1300 രൂപയാണ് പ്രാവിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി വെറൈറ്റി പ്രാവുകളാണ് നമുക്കിന്ന് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാൻറ്റെയിലിൻ്റെ ഒരു നല്ല അടിപൊളി ഫാൻറ്റെയിലാണ് വന്നിരിക്കുന്നത്. നല്ല ബൂട്ട് ക്വാളിറ്റിയും ഹെവി ബൂട്ട് ക്വാളിറ്റി ഉണ്ട്, അതേപോലെ നല്ല ടൈൽ ക്വാളിറ്റിയും. ഇതിന് വന്നിരിക്കുന്നത് പീസ് റേറ്റ് 850 രൂപയാണ് ഈ ഫാൻറ്റെയിലിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഈ പീസിന് 850 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് ഫാൻറ്റെയിലിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 1200 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്, ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ്. അപ്പോൾ നല്ല ബൂട്ട് ക്വാളിറ്റിയും അതുപോലെ നല്ല ടെയിൽ ക്വാളിറ്റിയും ഉള്ള ഫാൻറ്റെയിൽസാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബൂട്ട് കണ്ടാൽ തന്നെ അറിയാം, നല്ല അടിപൊളി ബൂട്ട് ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നതും ഒരു അടിപൊളി ബ്രീഡിംഗ് പെയർ ഫാൻറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനും ചോദിക്കുന്ന റേറ്റ് 1200 രൂപയാണ് ഈ ഫാൻറ്റെയിലിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. പെയറിൻ്റെ റേറ്റ് 1200 രൂപ. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോപ്പുകൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 1300 രൂപയാണ് ഈ ഫാൻറ്റെയിലിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഒരെണ്ണം വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്കും അതേപോലെ ഒരെണ്ണം പ്യുവർ വൈറ്റുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനുള്ളൊരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1300 രൂപയാണ്. അതേപോലെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പെയർ ചിക്സ് ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് പെയറാണ് വന്നിട്ടുള്ളത്. ചിക്സ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതേപോലെ തന്നെ ഒരുപാട് നാടൻ പ്രാവുകൾ ഇവിടെ സെയിലുണ്ട്. ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 10-200-ലധികം നാടൻ പ്രാവുകളും ക്രോസ് പ്രാവുകളൊക്കെ സെയിലുണ്ട്. പീസ് റേറ്റ് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ക്രോസ് പ്രാവുകളുണ്ട്, മുഗികളുണ്ട്. നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. നല്ല ബൂട്ട് ക്വാളിറ്റിയൊക്കെയുള്ള പ്രാവുകളുണ്ട് ഇതിൽ. പീസ് റേറ്റ് 100 രൂപയാണ് വരുന്നത്.
ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ആലപ്പുഴയാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. ഈ ക്രോസ് പ്രാവുകൾ, നാടൻ പ്രാവുകളൊക്കെ ആയിട്ട് 200-ലധികം പ്രാവുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഫോസ്റ്റേഴ്സൊക്കെ ആയിട്ട് ആരെങ്കിലും പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളിൽ നല്ല അടിപൊളി പ്രാവുകൾ മറ്റു പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും ഡീറ്റെയിൽ അയക്കാൻ മറക്കണ്ട. കോക്ടെയിലിൻ്റെ ഹാൻഡ് ഫീഡിങ് ജിഗ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. അപ്പോൾ ഇതിന് പീസ് റേറ്റ് 900 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം ഹാൻഡ് ഫീഡിങ് ഒക്കെ കഴിയാറായതാണ്. അപ്പോൾ ഇണക്കി വളർത്താനൊക്കെ എടുക്കാൻ പറ്റിയ പ്രായമാണ്. ഹാൻഡ് ഫീഡിങ് ജിഗ്സ് പീസ് റേറ്റ് 900 രൂപയാണ് വരുന്നത് കോക്ടെയിൽ. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് അമേരിക്കൻ മിക്സ് ഫാൻറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ മിക്സ് ഫാൻറ്റെയിൽസിൻ്റെ പെയറിന് ചോദിക്കുന്ന റേറ്റ് 1500 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അമേരിക്കൻ മിക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 2 അമേരിക്കൻ മിക്സ് ഫാൻറ്റെയിൽസിൻ്റെ ബ്രീഡിംഗ് പെയർ. ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത് അമേരിക്കൻ മിക്സ് ഫാൻറ്റെയിൽസിൻ്റെ. ഒരെണ്ണത്തിൻ്റെ ടെയിൽ കട്ട് ചെയ്തിട്ടേക്കാണ്, ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയാണ് ടെയിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് സെയിൽ വന്നിരിക്കുന്നത് മുദീനയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെയറിനും 1500 രൂപയാണ് ചോദിക്കുന്നത്. മുദീനയുടെ ബ്രീഡിംഗ് പെയറിനും 1500 രൂപ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് ആൽബിനോ കോക്ടെയിൽ പെയ്ഡ് ഓർ പേളിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കനാണ് വന്നിരിക്കുന്നത്. 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആൽബിനോ കോക്ടെയിലിൻ്റെ ഒരു പേൾ ഓർ പെയ്ഡാണ് വന്നിരിക്കുന്നത്. 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അസീലിൻ്റെ വെത്തുകാലിൻ്റെ ചിക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് പേരൻസിൻ്റെ ഫോട്ടോസാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. 2 മാസം പ്രായമുള്ള അസീലിൻ്റെ വെത്തുകാലിൻ്റെ ചിക്സുകൾ 5 എണ്ണം കൊടുക്കാനുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ അഴിമലയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. പീസ് റേറ്റ് 250 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി അസീലിൻ്റെ ചിക്സ് ആണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. തിരുവനന്തപുരം ജില്ലയിൽ അഴിമലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 5 ചിക്സ് കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 250 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 2 മാസം പ്രായമായ അസീലിൻ്റെ വെത്തുകാലിൻ്റെ ചിക്സ്. അപ്പോൾ നല്ല അടിപൊളി അസീലുകളാണ് വന്നിരിക്കുന്നത്, നല്ല റേറ്റ് കുറവിനും. പറവകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പീസ് റേറ്റ് 200 രൂപയാണ് വരുന്നത്. ഒരു ബ്രീഡിംഗ് പെയറുണ്ട്, അതേപോലെ ഒരു സിംഗിൾ മെയിലുണ്ട്, ഒരു സിംഗിൾ ഫീമെയിലുണ്ട്, ചിക്സും ഉണ്ട് കൊടുക്കാനായിട്ട്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 200 രൂപയാണ് വരുന്നുള്ളൂ പറവകളുടെ. അപ്പോൾ നല്ല അടിപൊളി പറവ പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പീസ് റേറ്റ് 200 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് തന്നെയാണ് സെയിലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കൊളംബിയൻ ബ്രഹ്മയുടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. അഡൾട്ട് മെയിൽ 1300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കൊളംബിയൻ ബ്രഹ്മയുടെ അഡൾട്ട് മെയിൽ. അതേപോലെ തന്നെ അവിടെ നിന്ന് സെയിലിൽ വന്നിരിക്കുന്നത് ഇറ്റാലിയൻ ബാൻഡമാണ് വന്നിരിക്കുന്നത്. എഗ്ഗിങ് പെയറാണ് ഇറ്റാലിയൻ ബാൻഡം. 1900 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. എഗ്ഗിങ് പെയറാണ് കേട്ടോ. 1900 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഇറ്റാലിയൻ ബാൻഡത്തിൻ്റെ എഗ്ഗിങ് പെയറിന്. അതേപോലെ അവിടെ നിന്ന് ഒരു ജോഡി ചൈനീസ് ഔളും വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ചൈനീസ് ഔളിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് 2 ചിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ചൈനീസ് ഔളിൻ്റെ ബ്രീഡിംഗ് പെയർ വിത്ത് 2 ചിക്സ്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും റോട്ടിൻ്റെയും ക്രോസാണ് വന്നിരിക്കുന്നത്. 2 മാസമായിട്ടുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പപ്പി ആയിരിക്കും. ക്രോസ് പപ്പീനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. ഫ്രീ അഡോപ്ഷനാണ്. ഇതിനെടുത്ത് വളർത്താൻ പറ്റിയവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും റോട്ടിൻ്റെയും ക്രോസാണ് വന്നിരിക്കുന്നത്.
ഫ്രീ ആയിട്ട് ഓപ്ഷൻ. അപ്പോൾ ഇതേപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസൊക്കെ അയച്ചു തരാവുന്നതാണ്. ആഫ്രിക്കൻ ലവ് ബേർഡാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സായിട്ടുള്ളൊരു പെയറാണ് വന്നിരിക്കുന്നത്. ലുട്ടിനോ ഓറഞ്ച് ഒപ്പലൈൻ്റെ ഒരു പെയർ, 1.5 വയസ്സ് വിത്ത് DNA ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പത്തനംതിട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 3500 രൂപയാണ്. ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ളതാണ്, വിത്ത് DNA ഉള്ളതാണ്. ലുട്ടിനോ ഓറഞ്ച് ഒപ്പലൈൻ. അടുത്തായിട്ട് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ ചെറി ഓറഞ്ച് ഒപ്പലൈനും അതേപോലെ തന്നെ ലുട്ടിനോ ഹെവി പെയ്ഡ് ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 1700 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ഓറഞ്ച് ഒപ്പലൈനും ലുട്ടിനോ ഹെവി പെയ്ഡ് ആണ് വന്നിരിക്കുന്നത്. 1700 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. തിരുവനന്തപുരമാണ് ഈ ഇനിയുള്ള ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഒക്കെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഗോൾഡൻ ചെറി റെഡ് ഓപ്പലൈനും വൈറ്റ് ക്രിമിനോ വൈറ്റ് ഫേസ് ഹെവി പെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് 1700 രൂപയാണ് വരുന്നത്. അതിൽ ക്രിമിനോ വൈറ്റ് ഫേസ് ഹെവി പെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിന് 1700 രൂപ തന്നെയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് തിരുവനന്തപുരത്ത് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ എത്തിയിരിക്കുന്നത്. ബ്രീഡിംഗ് പെയറുകൾ അത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനൊക്കെയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഗ്രീൻ പെയ്ഡും അതേപോലെ തന്നെ വൈറ്റ് ഫേസ് പെയ്ഡുമാണ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയർ. അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളിൽ ആഫ്രിക്കൻ ലവ് ബേർഡുകൾ, മറ്റ് ലവ് ബേർഡ്സുകൾ, മറ്റ് ഫാൻസി കോഴികൾ, ഡോഗ്സുകൾ, പപ്പീസ്, കിറ്റൻസ് ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് അയക്കാം. അടുത്തായിട്ട് വന്നിരിക്കുന്നത് സിൽവർ ചെറി ആൻഡ് ലുട്ടിനോ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 1700 രൂപയാണ് ഇതിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ലുട്ടിനോയും അതേപോലെ തന്നെ സിൽവർ ചെറിയാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയറുകളാണ് എല്ലാതും വന്നിട്ടുള്ളത്. 1700 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എല്ലാതും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് സി ഗ്രീൻ വൈറ്റ് ഫേസ് ആൻഡ് ലുട്ടിനോ ഹെവി പെയ്ഡാണ് ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡുകളൊക്കെ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയതാണ്. ബ്രീഡിംഗ് സൈസുകളാണ് എല്ലാതും കൊടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. പ്രാവുകൾ സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മുഗി ബ്രീഡിംഗ് പെയറുകൾ 500 രൂപ. അവിടെ നമുക്ക് 3-4 ബ്രീഡിംഗ് പെയർ ഉണ്ട് മുഗിയുടെ തന്നെ. അപ്പോൾ എല്ലാം പെയറിനും 500 രൂപയാണ് ചോദിക്കുന്നത് മുഗിയുടെ. അതേപോലെ അവിടെ നിന്ന് ഒരു ബൾക്ക് സെയിലും വന്നിട്ടുണ്ട്. മുഗികളെല്ലാതും 500 രൂപ പെയർ ബ്രീഡിംഗ് സൈസുകളാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് അവിടെ നിന്ന് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. 22 പ്രാവ് 4000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൽ പറവയുണ്ട്, ഹോമറുണ്ട്, പറവ ക്രോസ് ഉണ്ട്, നാടൻ പ്രാവുകളുണ്ട്. 22 കൂടി 4000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൽ നല്ല അടിപൊളി ഹോമറുകളുണ്ട്, പറവകളുണ്ട്, പറവ ക്രോസുകളുണ്ട്, നാടൻ പ്രാവുകളുണ്ട്. മൊത്തം 22 4000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രാവുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും അങ്ങനെ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ബൾക്ക് സെയിലുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും നല്ല അടിപൊളി ബൾക്ക് സെയിലുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളിൽ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. പറവ പ്രാവുകളും അതേപോലെ തന്നെ പറവ ക്രോസ് ഹോമറുകൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് 2 നല്ല അടിപൊളി കിറ്റൻസാണ് സെയിലിന് വന്നിരിക്കുന്നത്. പാലക്കാടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 ഫീമെയിൽ കിറ്റൻസാണ് വന്നിരിക്കുന്നത്.
2.5 മാസം പ്രായമായത്. ഒരെണ്ണം കാലിക്കോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഫീമെയിൽസ് ആണ്. ഒരു കിറ്റൻ്റെ റേറ്റ് ചോദിക്കുന്നത് 5000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റൊക്കെ നെഗോഷ്യബിൾ ആണ്. 5000 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. രണ്ടും ഫീമെയിൽ കിറ്റൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനുള്ള കിറ്റൻസ് ആണ് വന്നിരിക്കുന്നത്. പാലക്കാട് ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കിറ്റൻസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകളൊക്കെ സെയിലിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് സെയിൽ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ റിംഗ് നെക്ക് ഡവ് ഒക്കെ വന്നിരിക്കുന്നത് 500 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇവിടെ ഒരു 70-ലേറെ ഡയമണ്ട് റിംഗ് നെക്ക് ഡവുകളൊക്കെ കൊടുക്കാനുണ്ട്. 70-ലേറെ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ പീസ് റേറ്റ് 400 രൂപ. നോർമൽ 2 പീസ് 4 പീസൊക്കെ എടുക്കണമെങ്കിൽ പീസ് റേറ്റ് 500 രൂപയാണ് വരുന്നത്. അതേപോലെ ഹിപ്പി പീസ് റേറ്റ് 400 രൂപയാണ് വരുന്നുള്ളൂ. നല്ല അടിപൊളി ഹിപ്പിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ജാക്കോബി മിക്സ് ഒക്കെ ഉണ്ട്. പീസ് റേറ്റ് 400 രൂപയാണ് ഒട്ടുമിക്ക പ്രാവുകൾക്കും വന്നിരിക്കുന്നത്. അതേപോലെ ഷീൽഡ് ഫാൻറ്റയിൽ പെയർ 1000 രൂപയാണ് വരുന്നത്. ഇതൊക്കെ പീസ് റേറ്റ് 400 രൂപയാണ് വരുന്നത്. ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ പീസ് റേറ്റ് അല്ലാതും 400 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഫാൻറ്റെയിൽസ് അല്ലാതും പീസ് റേറ്റ് 400 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവുകൾ ഇവിടെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല റേറ്റ് കുറവിന് നല്ല അടിപൊളി പ്രാവുകൾ സെയിലിന് വന്നിട്ടുണ്ട്. അതുപോലെ ഡയമണ്ട് ഡവ് റിംഗ് നെക്ക് ഡവിൻ്റെയൊക്കെ 70-ലേറെ പീസുകൾ കൊടുക്കാനുണ്ട് കേട്ടോ. ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. ഷോപ്പുകൾക്കൊക്കെ എടുക്കാൻ പറ്റിയതാണ്. നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. അതേപോലെ പ്രാവും ഇതൊക്കെ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നല്ല അടിപൊളി പ്രാവുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം പീസ് റേറ്റ് 400 രൂപയാണ് വരുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. മുദീന ഉണ്ട് ഇതിൽ. മുദീനകളുണ്ട്, ബർപ്പൻസ് ഉണ്ട്, ഹിപ്പി ഉണ്ട്, ജർമ്മൻ നണ്ണുണ്ട്. അപ്പോൾ ഇതൊക്കെ ബൾക്കായിട്ട് എടുക്കുമ്പോഴാണ് പീസ് റേറ്റ് 400 രൂപ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിനൊക്കെ നമ്പർ കിട്ടുള്ളൂ. ടെയിൽ മാർക്കിന് വരുന്നത് പെയറിന് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ടെയിൽ മാർക്ക് ഷീൽഡ് ഫാൻറ്റെയിലിനാണ് 1000 രൂപ വരുന്നത്. അടുത്ത ചൈനീസ് ഔളാണ് വന്നിരിക്കുന്നത്. ചൈനീസ് ഔളിൻ്റെ ഒരു പെയർ പീസ് റേറ്റ് 400 രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത്. ചൈനീസ് ഔള്. അടുത്ത് ഫാൻറ്റെയിലൊരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 400 രൂപയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് കേട്ടോ. അപ്പോൾ എഗ് ചെയ്തിരിക്കുന്ന ഒരു ജോഡി ഫാൻറ്റെയിലാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഡയമണ്ട് ഡവുകളും റിംഗ് നെക്ക് ഡവൊക്കെയാണ് വന്നിരിക്കുന്നത്. 60ഓളം പീസ് കൊടുക്കാനുണ്ട് ഇതിൽ തന്നെ. ബാക്കി സെപ്പറേറ്റ് 10 വേറെ ഉണ്ട്. മൊത്തം 70ഓളം പീസുകൾ കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 400 രൂപയാണ് ചോദിക്കുന്നത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണോ അല്ലെങ്കിൽ കുറയ്ക്കണോ, വീഡിയോ ലെങ്ത്ത് 10 മിനിറ്റായിട്ട് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ 20 മിനിറ്റായിട്ട് ചെയ്യണോ എന്നൊക്കെ നിർദ്ദേശം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെ വീഡിയോ ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ടൈമിങ്ങും കാര്യങ്ങളും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുമ്പോൾ എല്ലാവർക്കും കണ്ടെത്താനുള്ളൊരു ഇത് ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ അമർത്തി വെച്ചാലാണ് നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ല പെറ്റ്സൊക്കെ നല്ല റേറ്റ് കുറവിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതേപോലെ നിങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ പെറ്റ്സിൻ്റെ മേഖലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് നമ്മുടെ നമ്പറും കൊടുക്കുക. സെയിലിനായിട്ട്
നമ്മുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അവർക്ക്. നമ്മൾ പെറ്റ്സിൻ്റെ മേഖലയിൽ എപ്പോഴും നമ്മൾ പെറ്റ്സിൻ്റെ മാർക്കറ്റിങ് നല്ലൊരു ഇതാണ്. മാർക്കറ്റിങ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റ്സിൻ്റെ മേഖലയിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഇപ്പോൾ ഇത്തിരി ഡിമ്മാണ് പെറ്റ്സിൻ്റെ മേഖലയൊക്കെ, കാരണം ഫുഡ് റേറ്റൊന്നും കുറയണില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്നും ഉയർന്നു വരുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു പെറ്റ്സിൻ്റെ മേഖല. അപ്പോൾ നിങ്ങൾ പെറ്റ്സിൻ്റെ ഫാമിങ് കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റിങ് ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. അതിനുശേഷം കൂടുതൽ ബൾക്കായിട്ടൊക്കെ ബ്രീഡിംഗ് ഒക്കെ നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത് പീസ് റേറ്റ് 400 രൂപയാണ് വരുന്നത്. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ നിന്നൊരു അലിഗേറ്റർ കാറും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 20 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഫിഷ് മാത്രം ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബാക്കി പ്രാവുകളെല്ലാതും ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. ഫിഷിന് മാത്രം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. 20 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. 4000 രൂപയാണ് ചോദിക്കുന്നത്.